നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. COA കാസർഗോഡ് ജില്ലാ സമ്മേളനം പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടന്നു. ഇന്റർനെറ്റ് വാർത്താവിനിമയ രംഗം വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണിതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്. ഫോൺ കണക്ഷനുകൾ 20 ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തിക്കുവാൻ സർക്കാർ അംഗങ്ങൾക്ക് അവസരം നൽകണമെന്ന് COA കാസർഗോഡ് ജില്ലാ സമ്മേളനം. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വ്യാപാരികളുടെ കടയടപ്പ് സമരം കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. വ്യാപാരികൾ നഗരത്തിൽ പ്രകടനം നടത്തി. മഞ്ചേശ്വരം കുബണൂർ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വൻ തീപിടുത്തം. സംഭവത്തിന് പിന്നാലെ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് കളക്ടർ. പെരിയ ഇരട്ടക്കൊലക്കേസ്. കൊച്ചി CBI കോടതിയിലെ വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക്. തൃക്കരിപ്പൂർ മണ്ഡലം RGD പ്രവർത്തക കൺവെൻഷൻ നടന്നു. RGDക്ക് സീറ്റ് നൽകാത്തതിന് CPM-ഉം LDF-ഉം മറുപടി പറയേണ്ടി വരുമെന്ന് മനയത്ത് ചന്ദ്രൻ. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. ഇന്റർനെറ്റ് വാർത്താവിനിമയ രംഗം വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണിതെന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്റർനെറ്റ് വാർത്താവിനിമയ രംഗത്ത് വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണിതെന്നും ലോക കോർപ്പറേറ്റ് ഭീമന്മാരോടാണ് കേരള വിഷന് മത്സരിക്കേണ്ടതെന്നും അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ചെറുകിട കേബിൾ TV സംരംഭകരെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്ററുകൾക്ക് വേണ്ടി സർക്കാർ അംഗീകരിച്ച നിയമങ്ങൾ പോലും അട്ടിമറിക്കപ്പെടുകയാണ്. പേ ചാനലുകൾക്കെതിരെ, KCB പോസ്റ്റ് അമിത വാടകയ്ക്കെതിരെ COA ഐതിഹാസിക സമരങ്ങൾക്ക് നേതൃത്വം നൽകി. നിരന്തരമായ അധ്വാനത്തിൻ്റെയും സംഘടനാശക്തിയുടെയും ഫലമാണ് ഇന്ന് കൈവരിച്ച നേട്ടങ്ങളെല്ലാമെന്നും അബൂബക്കർ സിദ്ദീഖ് കൂട്ടിച്ചേർത്തു. ഇത്രയും കാലം കഴിഞ്ഞ 30 കൊല്ലക്കാലം ഈ ഭീകരന്മാർക്കെതിരായ യുദ്ധം ഇനി എങ്ങനെ നയിക്കണം, അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇന്റർനെറ്റിലേക്ക് നമ്മൾ കൈവച്ച ആ നിമിഷം തുടങ്ങിയതാ നമ്മളെ തകർക്കാൻ എന്തൊക്കെയാണ് വഴിയെന്ന്, അല്ലേ? ഇന്റർനെറ്റ് കാരണം കമ്മ്യൂണിക്കേഷൻ മേഖല അവരുടെ കയ്യിലായി. ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ എല്ലാ ബിസിനസ്സും റിലയൻസിന്റെ കയ്യിലാണ്. ആ റിലയൻസിന്റെ കയ്യിലുള്ള കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ കേബിൾ TV രംഗത്തുണ്ടായില്ല. 4 കൊല്ലം മുമ്പ് കേബിൾ TV രംഗത്തും വന്ന് അപ്പോൾ നോക്കി കേരളം കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഇന്റർനെറ്റ് നോക്കി, അപ്പോഴും കിട്ടുന്നില്ല. കേരള ആവശ്യം ഇങ്ങനെ നിൽക്കുക. 50% ഇന്റർനെറ്റിന്റെ 50% ഇന്ത്യയിൽ കൈയടക്കുന്ന റിലയൻസിന് ഈ കേരളത്തിൽ 20% എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് 11 ലക്ഷവുമായി നമ്മളിങ്ങനെ തലയുയർത്തി നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ചെറുകിട സംവിധാനങ്ങളെ കൂച്ചുവിലുകളാണ് നോക്കുന്നത്? അതിനുതുകുന്ന രീതിയിൽ എല്ലാ ബിസിനസിനെയും കൈയടക്കി വരുന്ന അതിഭീമൻ നമ്മുടെ രംഗത്ത് കഴിഞ്ഞ 4-5 വർഷമായി കേബിൾ TV രംഗത്ത്, ഇപ്പോൾ ഇന്റർനെറ്റ് രംഗത്ത്, ഇത് രണ്ടുമാണ് നമ്മുടെ ജീവിതം. അവിടെ കൈവച്ചവൻക്കെതിരായ പോരാട്ടമാണ് ഈ സമ്മേളനങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ M ലോഹിതാക്ഷൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ വിതരണം ചെയ്തു. സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ K പ്രദീപ് കുമാർ സാമ്പത്തിക റിപ്പോർട്ടും, K രഘുനാഥ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. VV മനോജ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. TV മോഹനൻ, PR ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ 150ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. കേബിൾ TV ഇന്റർനെറ്റ് വിതരണ രംഗത്തെ സാങ്കേതിക മാറ്റം, വെല്ലുവിളികൾ, സേവനരംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ, വരിക്കാർക്ക് ആകർഷകമായ പദ്ധതി തയ്യാറാക്കൽ, ക്ലസ്റ്റർ രൂപീകരണം, വൈദ്യുതി പോസ്റ്റിൽ കൂടി ഒന്നിലധികം കേബിൾ കടന്നു പോകുന്നതിന് അധിക വാടക ചുമത്തുവാനുള്ള KCB നയം, പ്രാദേശിക ചാനൽ നിയന്ത്രിക്കുവാനുള്ള ട്രായ് MIB നിയമങ്ങൾ ഉൾപ്പെടെയുള്ളവയെല്ലാം സമ്മേളനത്തിൽ ചർച്ചയായി. സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിലായി കോഴിക്കോട്ട് നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കെ ഫോൺ കണക്ഷനുകൾ 20 ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തിക്കുവാൻ COA അംഗങ്ങൾക്ക് അവസരം നൽകണമെന്നും ഇതിനായി ഉപയോഗിക്കേണ്ടി വരുന്ന വൈദ്യുതി പോസ്റ്റുകൾക്ക് സബ്സിഡി നിരക്ക് ഏർപ്പെടുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കെ ഫോൺ കണക്ഷനുകൾ 20 ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തിക്കുവാൻ COA അംഗങ്ങൾക്ക് അവസരം നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അതിനാവശ്യമായി ഉപയോഗിക്കേണ്ടി വരുന്ന വൈദ്യുതി പോസ്റ്റുകൾക്ക് സബ്സിഡി നിരക്ക് ഏർപ്പെടുത്തുവാൻ സർക്കാർ തയ്യാറാകണം. ചെറുകിട കേബിൾ ചാനലുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുവാനുള്ള തീരുമാനത്തിൽ നിന്നും ട്രായ് NIB പിന്മാറണമെന്നും സംസ്ഥാന ദേശീയ പ്രാധാന്യമുള്ള വാർത്തകൾ തത്സമയം സംപ്രേഷണം ചെയ്യുവാനുള്ള അവകാശം കേബിൾ ചാനലുകൾക്ക് കൂടി അനുവദിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ VV മനോജ് കുമാറിനെ പുതിയ ജില്ലാ പ്രസിഡന്റായും ഹരീഷ് P നായരെ സെക്രട്ടറിയായും P വിനോദ് പുല്ലൂരിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റായി ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറിയായി സുനിൽ കുമാർ എന്നിവരെയും തിരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായി പ്രദീപ് കുമാർ, ദിവാകര എന്നിവരെയും തിരഞ്ഞെടുത്തു. സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായി 14 അംഗ പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. മാർച്ച് 2, 3, 4 തീയതികളിലായി കോഴിക്കോട്ടാണ് സംസ്ഥാന സമ്മേളനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വ്യാപാരികളുടെ കടയടപ്പ് സമരം കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായാണ് സമരം നടത്തിയത്. കടകളടച്ച് വ്യാപാരികൾ കാസർഗോഡ് നഗരത്തിൽ പ്രകടനവും നടത്തി. വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധിച്ചു. കടയടപ്പ് സമരം കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണമായിരുന്നു. കാസർഗോഡ് നഗരത്തിലും ജില്ലയിലെ ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിച്ചു. കടകളടച്ച് വ്യാപാരികൾ കാസർഗോഡ് നഗരത്തിൽ പ്രകടനവും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചു കൂടിയായിരുന്നു വ്യാപാരികളുടെ കടയടപ്പ് സമരം. കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്രയ്ക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ വ്യാപാര പ്രതിഷേധ സംഗമത്തോടെയാണ് സമാപനം. 5 ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്യും. വർദ്ധിച്ച ട്രേഡ് ലൈസൻസ്, ലീഗൽ മെട്രോളജി ഫീസുകൾ പിൻവലിക്കുക, ട്രേഡ് ലൈസൻസിന്റെ പേരിൽ അന്യായമായ പിഴ ചുമത്തുന്നത് നിർത്തുക, അശാസ്ത്രീയമായ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുക, സംസ്ഥാനത്ത് വാടക നിയന്ത്രണ നിയമനിർമ്മാണം നടപ്പിലാക്കുക, ആംനസ്റ്റി സ്കീം നടപ്പാക്കുക, മാലിന്യ സംസ്കരണത്തിന്റെ പേരിലുള്ള അപ്രായോഗിക നടപടികൾ പിൻവലിക്കുക, കടകളിൽ പൊതു ശൗചാലയങ്ങൾ ഉണ്ടാക്കണമെന്നും പൊതു വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കണമെന്നും ഉൾപ്പെടെ അപ്രായോഗികമായ ഉത്തരവുകൾ പിൻവലിക്കുക, വികസനത്തിന്റെ പേരിൽ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് പുനരധിവാസവും നഷ്ടപരിഹാരവും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളും സർക്കാർ ലഭ്യമാക്കുക, വഴിയോര കച്ചവടം നിയമം മൂലം നിയന്ത്രിക്കുക, വ്യവസായ സംരക്ഷണ നിയമം ആവിഷ്കരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരരംഗത്തുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കുബണൂർ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വൻ തീപിടുത്തം. തിങ്കളാഴ്ച രാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സിന്റെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണയ്ക്കുവാൻ സാധിച്ചത്. സംഭവത്തിന് പിന്നാലെ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത കളക്ടർ നടപടികൾ സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. മാലിന്യം കുന്നുകൂടി കിടക്കുന്ന മഞ്ചേശ്വരം കുബണൂർ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വൻ തീപിടുത്തം. മഞ്ചേശ്വരം താലൂക്കിലെ ഏറ്റവും വലിയ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തിങ്കളാഴ്ച രാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേന സംഘമെത്തി ഒരു പ്ലാന്റിലെ തീ ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയും തുടർന്ന് രണ്ടാമത്തെ പ്ലാന്റിലെ തീയും അണച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖരന്റെ നിർദ്ദേശപ്രകാരം അഗ്നിശമന സേനയും റവന്യൂ ഉദ്യോഗസ്ഥരും തീയണക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ഉപ്പള, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷനുകളിലെ അഗ്നിശമന സംഘമാണ് സ്ഥലത്തെത്തിയത്. പ്രദേശമാകെ പുകമൂടി കിടക്കുകയാണ്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടിയന്തര യോഗം ജില്ലാ കളക്ടർ K ഇമ്പശേഖരന്റെ അധ്യക്ഷതയിൽ ഓൺലൈനിൽ ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആവശ്യമെങ്കിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും അന്തരീക്ഷ മലിനീകരണത്തിന്റെ അളവ് പരിശോധിക്കാൻ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിനും കളക്ടർ നിർദ്ദേശം നൽകി. മാസ്ക് ഉൾപ്പെടെയുള്ള അടിയന്തര സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ തഹസിൽദാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ല, രാത്രിയിലേ നമ്മൾ അറിഞ്ഞുള്ളൂ. തീ എങ്ങനെ കത്തിയെന്നറിയത്തില്ല. നമ്മളപ്പോൾ തന്നെ ഹെൽത്ത് സ്റ്റാഫ് എല്ലാം വരികയും പിന്നെ
വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ. ഇപ്പം നമ്മൾ സർവേ നടത്താനാണ് വന്നത്, ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ആശുപത്രി നമ്മളെല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. 2 ആംബുലൻസ് റെഡി ആയിട്ടുണ്ട്. ഒരു ആംബുലൻസ് ഇപ്പം തന്നെ ഇവിടെ കൊണ്ട് നിർത്തും. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. മംഗൽപാടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം കുബണൂരിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്കാണ് എത്തിക്കുന്നത്. 17 വർഷം മുൻപാണ് ഇവിടെ മാലിന്യ സംസ്കരണ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങിയത്. നിലവിൽ കുബണൂരിൽ സംസ്കരണത്തിന് ശാസ്ത്രീയ സംവിധാനമില്ലാത്തതിനാൽ മാലിന്യ പ്രശ്നം രൂക്ഷമാണ്. പ്രദേശവാസികളും പ്രതിഷേധത്തിലാണ്. ഇതിനിടെയാണ് ഇപ്പോൾ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചി CBI കോടതിയിലെ വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും 5ാം രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസ് 17-ന് ആചരിക്കുവാനിരിക്കെയാണ് കേസിൽ വിചാരണ പൂർത്തിയാകുന്നത്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചി CBI കോടതിയിലെ വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക്. 2019 ഫെബ്രുവരി 17-ന് രാത്രി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുവരെയും കല്യോട്ട് വെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 24 പേർ പ്രതികളായ കേസിൽ 327 സാക്ഷികളാണുള്ളത്. പ്രധാന സാക്ഷികൾ ഉൾപ്പെടെ 150 പേരുടെ വിസ്താരം പൂർത്തിയായി. ആദ്യം അന്വേഷിച്ച് കുറ്റപത്രം നൽകിയ ക്രൈംബ്രാഞ്ച് DYSP PM പ്രദീപ്, തുടർന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ CBI DYSP അനന്തകൃഷ്ണൻ എന്നിവരെയാണ് ഇനി പ്രധാനമായി വിസ്തരിക്കുവാനുള്ളത്. മുഖ്യപ്രതി A പീതാംബരൻ ഉൾപ്പെടെയുള്ള 11 പേർ 5 വർഷമായി ജയിലിലാണ്. ഇവർ നിലവിൽ വിയ്യൂരിലാണ്. CBI അറസ്റ്റ് ചെയ്ത പ്രതികളിൽ 5 പേർ 2 വർഷമായി കാക്കനാട് ജില്ലാ ജയിലിലാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, CPM പെരിയ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ എന്നിവരടക്കം 8 പേർ ജാമ്യത്തിലാണ്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും 5ാം രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസ് 17-ന് ആചരിക്കുവാനിരിക്കെയാണ് കേസിൽ വിചാരണ പൂർത്തിയാകുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. RJDക്ക് സീറ്റ് നൽകാത്തതിന് CPMഉം LDFും മറുപടി പറയേണ്ടി വരുമെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ മനയത്ത് ചന്ദ്രൻ. തൃക്കരിപ്പൂർ മണ്ഡലം RJD പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ജനതാദൾ നിലപാട് വിശദമാക്കുവാനായുള്ള തൃക്കരിപ്പൂർ മണ്ഡലം RJD പ്രവർത്തക കൺവെൻഷൻ KMK ഓഡിറ്റോറിയത്തിൽ നടന്നു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റുകൾ നയിക്കുന്ന പ്രസ്ഥാനമായ RJDക്ക് ഒരു സീറ്റ് പോലും നൽകാതിരുന്നതിന് CPMഉം LDFും മറുപടി പറയേണ്ടി വരുമെന്ന് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 7 ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ സോഷ്യലിസ്റ്റുകൾ നയിക്കുന്ന പ്രസ്ഥാനത്തിന് സാധിക്കുമെന്നും മനയത്ത് ചന്ദ്രൻ അവകാശപ്പെട്ടു. സോഷ്യലിസ്റ്റ് PR കുറുപ്പിന്റെ മകൻ KP മോഹനൻ നിയമസഭാംഗമായിട്ടും ഇത്രയ്ക്ക് ശക്തിയുള്ള പാർട്ടിക്ക് മന്ത്രി സ്ഥാനം നൽകിയില്ല. CPIക്ക് 4 സീറ്റ് ലോക്സഭയിലേക്ക് നൽകുമ്പോൾ തങ്ങളോട് കാട്ടിയത് അവഗണന മാത്രമാണ്. ആ അവഗണനയ്ക്കെതിരായ ജനരോഷം ശക്തമായി ഉയർന്നു വരിക സ്വാഭാവികമായിരിക്കുമെന്നും സാധാരണക്കാരെ അണിനിരത്തി സംഘടനയുടെ ശക്തി തെളിയിക്കുന്ന മുഹൂർത്തത്തിനായി പ്രവർത്തകർ ഒരുങ്ങണമെന്ന ആഹ്വാനവും അദ്ദേഹം നൽകി. അപ്പോഴും പ്രകടനം ആളുകൾ ആയിരങ്ങളായി പ്രകടനമായി വരികയായിരുന്നു. അതാണ് നമ്മുടെ ജനതാ പ്രസ്ഥാനം RJD. ആ പ്രസ്ഥാനത്തിന്റെ ശക്തി തെളിയിച്ചിട്ടും ആ ശക്തി ബോധ്യപ്പെട്ടിട്ടും അത് കഴിഞ്ഞ് നേരെ സമ്മേളനം നടന്നു, ആയിരങ്ങൾ പങ്കെടുത്ു കോഴിക്കോട് നഗരത്തിൽ. എന്നിട്ട് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ കാലം അതിന് മറുപടി പറയേണ്ടി വരും. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMഉം മറുപടി പറയേണ്ടി വരും എന്ന് വിനീതമായി പറയാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് PV തമ്പാൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ ജനതാ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ, RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, സെക്രട്ടറി EV ഗണേശൻ, RYJD ജില്ലാ പ്രസിഡന്റ് M മനു, മഹിളാ ജനതാ ജില്ലാ പ്രസിഡന്റ് T അജിത, C ബാലകൃഷ്ണൻ, VV വിജയൻ, VK ചന്ദ്രൻ, K രവീന്ദ്രൻ, E ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ടൗണിൽ പ്രകടനവും ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുസമ്മേളനവും നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചെറുവത്തൂരിൽ പാതയോരത്ത് നിർത്തിയിട്ട എക്സ്കവേറ്ററിന് തീപിടിച്ചു. തൃക്കരിപ്പൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. ചെറുവത്തൂരിൽ പാതയോരത്ത് നിർത്തിയിട്ട എക്സ്കവേറ്ററിന് തീപിടിച്ചു. തൃക്കരിപ്പൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു.
കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കരിവള്ളൂർ ഓണക്കുന്നിലെ അംജിത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സാനി മിനി എക്സവേറ്റർ. ചൊവ്വാഴ്ച പുലർച്ചെ തീ ആളുന്നത് കണ്ട് നാട്ടുകാരാണ് അഗ്നിരക്ഷാ സേനയിലും പോലീസിലും വിവരമറിയിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വ്യാജ വീഡിയോയിൽ വഞ്ചിതരാകരുതെന്ന് ബംബ്രാണ ജമാഅത്ത് കമ്മിറ്റി. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാവണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 3 വർഷങ്ങൾക്ക് മുൻപ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന വീഡിയോ തീയതി മാറ്റി വീണ്ടും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബംബ്രാണ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. മുൻപ് നടന്ന സംഭവം ഇരുവിഭാഗങ്ങളും രമ്യമായി പരിഹരിച്ചതാണ്. വർഗീയ കലാപമുണ്ടാക്കുവാനുള്ള സംഘടിതമായ ശ്രമം ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. കണിപുര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം എന്നതിനാൽ ജമാഅത്ത് ഗൗരവത്തോടെയാണ് പ്രശ്നത്തെ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കുമ്പള പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ടെന്നും വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും കമ്മിറ്റി അഭ്യർത്ഥിച്ചു. ആ പണ്ടുണ്ടായ ആ വീഡിയോനെ എഡിറ്റ് ചെയ്തുകൊണ്ട് പുതിയ ഡേറ്റ് കൊടുത്തിട്ട് 9/2/2024 കൊടുത്തിട്ട് അതിനെ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും എത്തുന്ന രീതിയിൽ അത് പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പിന്നെ പോലീസ് സ്റ്റേഷനിലും മറ്റും കാര്യങ്ങൾ അറിയിക്കുകയും അവർ സ്വമേധയാ കേസെടുത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ഇന്നലെ നോക്കുമ്പോൾ പിന്നെ 10/2/2024 അതിൻ്റെ വേറൊരു വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, പ്രചരിക്കുന്നുണ്ട്. ബംബ്രാണ മഹൽ ഖത്തീബ് വി കെ ജുനൈദ് ഫൈസി, ജമാഅത്ത് പ്രസിഡന്റ് ബാപ്പുക്കുട്ടി ഹാജി, വൈസ് പ്രസിഡന്റ് കെ കെ അബ്ദുള്ള കുഞ്ഞി, ജനറൽ സെക്രട്ടറി OM യൂസഫ്, ട്രഷറർ അല്ലിക്ക അബ്ദുള്ള, ജോയിന്റ് സെക്രട്ടറി KS ഫഹദ്, BH ഖാലിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര 14-ന് കാസർഗോഡ് നിന്നും ആരംഭിക്കും. പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് BM കാംബ്ലെ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. SDPI ജനമുന്നേറ്റ യാത്ര 14-ന് കാസർഗോഡ് ആരംഭിക്കും. പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് BM കാംബ്ലെ ഉദ്ഘാടനം ചെയ്യും. ആദ്യ ദിനത്തിലെ ജാഥാ പര്യടനം രാത്രി 7-ന് ഉദുമ മണ്ഡലത്തിലെ മേൽപ്പറമ്പിൽ പൊതുസമ്മേളനത്തോടെ സമാപിക്കും. SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ, ജനറൽ സെക്രട്ടറി റോയ് അറയ്ക്കൽ എന്നിവർ ജനമുന്നേറ്റ യാത്രയുടെ വൈസ് ക്യാപ്റ്റന്മാരായിരിക്കും. ഭരണഘടന സംരക്ഷിക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, രാഷ്ട്രീയ തടവുകാരെ നിരുപാധികം വിട്ടയക്കുക, ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനമുന്നേറ്റ യാത്ര സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കി മാർച്ച് 1-ന് തിരുവനന്തപുരത്ത് സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് BM കാംബ്ലെയാണ് ജനമുന്നേറ്റ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയാണ് ജനമുന്നേറ്റ യാത്ര നയിക്കുന്ന ജാഥാക്കാരൻ. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ജാഥയിലെ ഒരു വൈസ് ക്യാപ്റ്റനാണ്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറയ്ക്കൽ മറ്റൊരു വൈസ് ക്യാപ്റ്റനായി മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയുടെ കൂടെ തിരുവനന്തപുരം വരെയുള്ള ഈ ജനമുന്നേറ്റ യാത്രയോട് ഒപ്പമുണ്ടാകും. SDPI സംസ്ഥാന സെക്രട്ടറി KK അബ്ദുൽ ജബ്ബാർ, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് പക്യാര, ജില്ലാ സെക്രട്ടറി ഖാദർ അറഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നസഫി ഫൗണ്ടേഷന് കീഴിൽ മോർത്താന ആസ്ഥാനമായി പുതുതായി ആരംഭിക്കാനിരിക്കുന്ന ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മസ്ജിദ് കെട്ടിടത്തിനുള്ള തറക്കല്ലിടൽ കർമ്മം നടന്നു. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സയ്യിദ് ഷമീം തങ്ങൾ കുമ്പോലിന്റെ നേതൃത്വത്തിൽ സദാത്യങ്ങളുടെയും ഉമറക്കളുടെയും സാന്നിധ്യത്തിലാണ് തറക്കല്ലിടൽ കർമ്മം നടന്നത്. ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങ് AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. വളരെ മനോഹരമായ ഒരു ക്യാമ്പസ്. സാധാരണയായി ഇത്തരത്തിലുള്ള ക്യാമ്പസുകൾ വരുമ്പോൾ അത് കോളേജോ എന്താണ് എന്ന് നമ്മൾ മനസ്സിലിങ്ങനെ ചിന്തിക്കാറുണ്ടെങ്കിൽ ഇവിടെ വളരെ കൃത്യമായി ഈ നാട് ഏറ്റവും കൃത്യമായി ആവശ്യമുള്ള ലോകത്തിൻ്റെ നറുകയിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങളിലേക്ക് വേണ്ട താക്കോലാണ് ഭാഷകളെന്ന് നമുക്ക് അറിയാം. സയ്യിദ് സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ മൗലാന സ്വാദിഖ് വിഷയാവതരണം നടത്തി. അബൂബക്കർ ഹുദവി പരയങ്ങാനം സ്വാഗതം പറഞ്ഞു.
കാവൽക്കട്ട ഹസരത്ത്, മുഫ്തി ഇസ്തിയാഖ് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കാമിൽ സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ മാനേജർ സയ്യിദ് മുഹമ്മദ് ഷമീം ഉദ്ഘാടനം ചെയ്തു. ഉപ്പളയിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ കാമിൽ സ്കൂളിൽ 20ാമത് സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാഷ്ട്രത്തിൻ്റെയും കേരളത്തിൻ്റെയും സംസ്കാരവും കലയും ഉയർത്തിക്കാട്ടുന്നതിനായി വിദ്യാർത്ഥികൾ ഒരുക്കിയ മനോഹരമായ പ്രദർശനം ആഘോഷ പരിപാടിയിലെ വേറിട്ട കാഴ്ചയായി. ശനിയാഴ്ച വൈകിട്ട് സംഘടിപ്പിച്ച ചടങ്ങിൽ കൊക്കച്ചാൽ കാമിൽ സ്കൂൾ മാനേജർ സയ്യിദ് മുഹമ്മദ് ഷമീം ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സജീവമായി നല്ല നിലയിൽ ഇവിടെ നടന്നു പോകുന്നുണ്ട്. അതിനിടയിൽ ഉള്ള ഈ പരിപാടി സ്വാഭാവികമായും നമുക്കൊക്കെ ആലോചനമാണ്. കാരണം കുട്ടികളുടെ കലാപരിപാടികൾ എന്നുള്ള നിലയിലാണ് നമുക്ക് വേദിയിൽ വന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ പരീക്ഷാ കാലഘട്ടമാണ്. SSLC വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാനേജിംഗ് ഡയറക്ടറും സ്കൂൾ പ്രിൻസിപ്പാളുമായ മൊയ്തീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പൈവളികെ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ZA കയ്യാർ മുഖ്യാതിഥിയായി. ചടങ്ങിൽ സ്കൂളിലെ മിടുക്കരായ 26 വിദ്യാർത്ഥികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു. ഇതിൽ ടോപ്പർ ലിസ്റ്റിൽപ്പെട്ട ഇബ്രാഹിം, മുൻസിർ, മിർഫ, ഫാത്തിമ എന്നീ വിദ്യാർത്ഥികളെയും കഴിഞ്ഞ 21 വർഷത്തിൽ മികച്ച സേവനം നൽകിയ അധ്യാപിക ഗീതാ ലക്ഷ്മി ടീച്ചർ, അധ്യാപകന്മാരായ മുഹമ്മദ് ഷമീം, അബ്ദുള്ള ആസിഫ് ബംറാണ, നന്ദകുമാർ ഉദിനൂർ എന്നിവരെയും അതിഥികളെയും ഷാളണിയിച്ച് ആദരിക്കുകയും മൊമന്റോ നൽകുകയും ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ഇബ്രാഹിം മുസ്ലിയാർ, മജീദ് പച്ചമ്പള്ള, അസീം മണിമുണ്ട, റിയാസ് മാസ്റ്റർ, അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. രക്ഷിതാക്കളടക്കം 100 കണക്കിന് പേരാണ് പരിപാടി വീക്ഷിക്കാനെത്തിയത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അബുദാബി കാസർഗോട്ടാർ സോക്കർ ഫെസ്റ്റിന് 7ാം സീസൺ മാർച്ച് 2-ന് അബുദാബി യൂണിവേഴ്സിറ്റി ലിമാക്സ് മൈതാനത്ത് നടക്കും. പ്രവാസികളായ കാസർഗോട്ടുകാരെ ഉൾപ്പെടുത്തി 8 ടീമുകളായാണ് മത്സരം സംഘടിപ്പിക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അബുദാബി കാസർഗോട്ടാർ കൂട്ടായ്മ സ്വദേശത്തും വിദേശത്തും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനത്തിന് 1 വർഷത്തേക്ക് ആവശ്യമായ ധനസമാഹരണം കൂടി ലക്ഷ്യമിട്ടാണ് സോക്കർ ഫെസ്റ്റ് നടത്തുന്നത്. അബുദാബി കാസർഗോട്ടാർ സോക്കർ ഫെസ്റ്റിന്റെ 7ാം സീസണാണിത്. മാർച്ച് 2-ന് അബുദാബി യൂണിവേഴ്സിറ്റി ലിമാക്സ് മൈതാനത്ത് നടക്കുന്ന മത്സരത്തിൽ പ്രവാസികളായ കാസർഗോട്ടുകാരെ ഉൾപ്പെടുത്തിയുള്ള 8 ടീമുകൾ പങ്കെടുക്കും. മാർച്ച് 2-ന് ഞങ്ങളുടെ സോക്കർ ഫെസ്റ്റ് നടക്കുകയാണ്. സോക്കർ ഫെസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ 9 വർഷമായ സംഘടന 7ാമത്തെ സീസണാണ് ഈ സോക്കർ ഫെസ്റ്റ്. അബുദാബി കാസർഗോഡ് ജില്ലയിലെ 200-ൽ പരം കളിക്കാരെ നിലനിർത്തിക്കൊണ്ട് ജില്ലയിലെ മഞ്ചേശ്വരം മുതൽ പടന്നക്കാട് വരെയുള്ള നമ്മളെ അങ്ങേയറ്റം വരെയുള്ള എല്ലാ പ്ലേയേഴ്സിനും, എല്ലാ നാട്ടിലെ പ്ലേയേഴ്സിനും അണിനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ 8 ടീമായിട്ടുള്ള മത്സരം നടക്കുന്നത്. മുഹമ്മദ് ആലമ്പാടി, ഹസൈനാർ ചേരൂർ, ജാബിർ നേർച്ചാൽ, അഷ്റഫ് നാൽത്തടുക്ക എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുഞ്ചത്തൂർ പദവിൽ ഹെൽപ്പിംഗ് ഗാർഡ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുഞ്ചത്തൂർ ജുമാ മസ്ജിദ് ഖത്തീബ് ഹാഷിർ ഹമീദി ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂരിൽ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പ് കുഞ്ചത്തൂർ ജുമാ മസ്ജിദ് ഖത്തീബ് ഹാഷിർ ദാരിമി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും കരിയർ കൗൺസിലറുമായ റഫീഖ് മാസ്റ്ററുടെ പ്രചോദനാത്മകമായ പ്രഭാഷണം പങ്കെടുത്തവരിൽ പ്രതീക്ഷ ഉണർത്തി. ക്യാമ്പിലെത്തിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വേദിയിൽ വിളിച്ചു വരുത്തി റഫീഖ് മാസ്റ്റർ പ്രോത്സാഹനം നൽകുകയും ഭാവിയിൽ ഡോക്ടറായും അഭിഭാഷകനായും എഞ്ചിനീയർമാരായും പൈലറ്റുമാരായും സ്വന്തം നിലയിലും രാജ്യത്തിനു വേണ്ടിയും എങ്ങനെ സേവനം നൽകാമെന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരം നൽകി. 1992-ൽ കുഞ്ചത്തൂർ പദവിൽ നാട്ടുകാരായ യുവാക്കൾ ചേർന്ന് സ്ഥാപിച്ച ഹെൽപ്പിംഗ് ഗാർഡ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ഭാരവാഹികളായ അഷ്റഫ് ചക്കുരു, ജബ്ബാർ ബഹ്റൈൻ, റസാഖ് ചക്കുരു, ജബ്ബാർ ചക്കുരു എന്നിവർ സംബന്ധിച്ചു. മഞ്ചേശ്വരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് ആൾക്കാരാണ് പരിപാടി വീക്ഷിക്കാനെത്തിയത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. 5 മാസം മുമ്പ് ആരംഭിച്ച റോഡ് നിർമ്മാണം ഇതുവരെയും പൂർത്തിയായില്ല. ചാലിങ്കാൽ ചാമുണ്ടിക്കുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഇഴയുന്നു. ചാലിങ്കാൽ ദേശീയപാതയിൽ നിന്ന് ആരംഭിച്ച് ചന്ദ്രഗിരി സംസ്ഥാന പാതയിൽ എത്തിച്ചേരുന്ന പ്രധാന റോഡിനാണ് ഈ ദുർഗതി. യാത്രക്കാർ ദുരിതത്തിൽ. ചാലിങ്കാൽ ദേശീയപാതയിൽ നിന്ന് ചന്ദ്രഗിരി സംസ്ഥാന പാത വരെ നീളുന്ന റോഡിൽ 2 കിലോമീറ്റർ ദൂരമാണ് ജില്ലാ പഞ്ചായത്ത് മെക്കാഡം ടാറിങ്ങിനായി തെരഞ്ഞെടുത്തത്. 3.5 കോടി രൂപയുടെ അടങ്കലിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. 5 മാസം മുൻപ് ആരംഭിച്ച റോഡ് നിർമ്മാണമാണ് ഇഴയുന്നത്.
ചാലിങ്കാൽ മുതൽ 2 കിലോമീറ്റർ ദൂരത്തേക്ക് റോഡ് വെട്ടിപ്പൊളിച്ച നിലയിലാണ്. നിലവിലുള്ള റോഡിലെ ജില്ലി അവിടെ തന്നെ ഇട്ടുറപ്പിക്കുന്ന രീതിയിലാണ് പണി നടക്കുന്നത്. റോഡ് പൊളിച്ചതിനു പിന്നാലെ വാട്ടർ അതോറിറ്റി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ജൽജീവൻ മിഷന്റെ ഭാഗമായി എല്ലാ വീടുകളും കുടിവെള്ളം എത്തിക്കാനുള്ള പൈപ്പുകൾ സ്ഥാപിക്കാനായി എത്തി. അതോടെ റോഡ് പണി നിർത്തുകയായിരുന്നു. നിലവിൽ പണി നിർത്തിവെച്ചിട്ട് 5 മാസം പൂർത്തിയായെന്നും നാട്ടുകാർ പറഞ്ഞു. ഗതാഗതയോഗ്യമല്ലാത്ത റോഡിലൂടെയുള്ള യാത്ര പലർക്കും പല ശാരീരിക ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നുണ്ട്. ഓട്ടോ ഡ്രൈവർമാരും മറ്റ് യാത്രക്കാരും നേരിടുന്നത് വലിയ യാത്രാ ദുരിതമാണ്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. വാഹനയാത്ര ദുരിതമായതോടെ CPM സുശീല ഗോപാലൻ നഗർ ബ്രാഞ്ച് കമ്മിറ്റിയും ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU ചാലിങ്കാൽ യൂണിറ്റ് കമ്മിറ്റിയും സംയുക്തമായി സമരത്തിനിറങ്ങി. തിങ്കളാഴ്ച രാവിലെ റോഡ് ഉപരോധിച്ചു. സമരം CPM ചാലിങ്കാൽ ലോക്കൽ സെക്രട്ടറി A ഷാജി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഭംഗിയായിട്ടുണ്ടായിരുന്ന റോഡ് വികസനത്തിന്റെ പേരിൽ കൊത്തിപ്പൊളിച്ച് ഏകദേശം 5 മാസം പിന്നിടുകയാണ്. ഇതിനോട് വേണ്ടത്ര ഒരു നല്ല സമീപനമല്ല ഇതിൻ്റെ കോൺട്രാക്ടർ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർ ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൈപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീണ്ടുപോകുന്നതെന്നുള്ള മുട്ടുന്യായം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിൽ നിന്നും പിറകോട്ട് പോകുന്നൊരു സ്ഥിതിയാണ് ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. വിളിച്ചാൽ ഫോൺ എടുക്കാത്ത സ്ഥിതി. അപ്പോൾ കൃത്യമായി എടുത്ത് ജനങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. ചാലിങ്കാൽ ചാമുണ്ടിക്കുന്ന് റോഡ് എന്ന് ഒട്ടനവധിയായ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ റോഡാണ്. ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാക്കുന്ന പ്രദേശത്തുകൂടി കടന്നു പോകുന്ന റോഡ്. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം കൃത്യമായും ബോധ്യപ്പെടാത്ത നിലയിലേക്കാണ് അതിൻ്റെ കോൺട്രാക്ടറുടെ സമീപനം. 5 മാസക്കാലം മുന്നേ ഇത് ഇങ്ങനെ കൊത്തിപ്പൊളിച്ചിട്ട് യാത്ര ദുരിതം സമ്മാനിക്കുകയാണ് നാട്ടിലെ ജനങ്ങൾക്ക്. അപ്പോൾ ഇത് അടിയന്തരമായി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രദേശത്തെ CPM നേതൃത്വവും പൊതുപ്രവർത്തകരും റോഡ് പണിയുടെ കരാറുകാരനെ വിളിച്ചെങ്കിലും നിരവധി തവണ വിളിച്ചിട്ടും അദ്ദേഹം ഫോണെടുക്കാൻ തയ്യാറായില്ലെന്ന് CPM ചാലിങ്കാൽ ലോക്കൽ സെക്രട്ടറി A ഷാജി പറഞ്ഞു. CITU യൂണിറ്റ് പ്രസിഡന്റ് V കുഞ്ഞമ്പു അധ്യക്ഷനായി. U പ്രകാശൻ, TP ബാബു, KV സുനിൽകുമാർ, A കൃഷ്ണൻ പാണംതോട്, ഷാജി കുമാർ, CK വിജയൻ, V നിതീഷ് എന്നിവർ സംസാരിച്ചു. അതേസമയം റോഡ് പണി തുടങ്ങുമ്പോൾ ജൽജീവൻ മിഷൻ പദ്ധതി ഉണ്ടായിരുന്നില്ലെന്നാണ് അധികൃതർ പറഞ്ഞത്. നിലവിൽ 2 കൾവർട്ടും ഡ്രൈനേജും പൂർത്തിയായിട്ടുണ്ട്. കുടിവെള്ള വിതരണ പദ്ധതിക്കായി റോഡ് വെട്ടിപ്പൊളിക്കുന്നതുകൊണ്ടാണ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചത്. ദിനേശൻ താനത്ത്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് അജാനൂർ ഗ്രാമപഞ്ചായത്ത് അജയ്യം അജാനൂർ മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് തുക വകയിരുത്തിക്കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അജാനൂരിനെ എല്ലാ മേഖലയിലും ഒന്നാമതെത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള പ്രത്യേക പ്രൊജക്ടുകൾ തയ്യാറാക്കി അജയ്യം അജാനൂർ മിഷൻ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾക്ക് തുക വകയിരുത്തി അജാനൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് K സബീഷ് അവതരിപ്പിച്ചു. 56,74,522 രൂപ വരവും 56,20,49,423 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. സമഗ്ര മാലിന്യ സംസ്കരണത്തിനായി ക്ലീൻ ഊര് അജാനൂർ, ഓരോ വ്യക്തിയുടെയും സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണ പദ്ധതികളടങ്ങിയ സ്പർശനം, മഞ്ഞംപൊതിക്കുന്ന് ആനന്ദാശ്രമം, പി സ്മാരകം, മടിയൻകൂലം, അതിഞ്ഞാൽ ജുമാ മസ്ജിദ്, കുമ്മണാർ കളരി, കൊത്തിക്കാൽ ബീച്ച്, ബേക്കൽ ടൂറിസം ബീച്ച് എന്നിവയെ ബന്ധപ്പെടുത്തിയുള്ള ടൂറിസം സർക്യൂട്ട്, വയോജന ബാലസൌഹൃദ പഞ്ചായത്ത്, വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഷീജിം, മട്ടുപ്പാവ് കൃഷി, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, പട്ടികജാതി വർഗ വികസന പദ്ധതികൾ എന്നിവയ്ക്കും ബജറ്റിൽ ആവശ്യമായ ഫണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BJP അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. അജാനൂർ പഞ്ചായത്ത് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ധർണ സംഘടിപ്പിച്ചത്. മാവുങ്കൽ പ്രദേശത്തോട് അജാനൂർ പഞ്ചായത്ത് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയെന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് BJP അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. നിർദ്ദിഷ്ട മാവുങ്കാൽ ബസ് വേ എത്രയും പെട്ടെന്ന് നിർമ്മിക്കുക, മാവുങ്കാലിൽ പൊതു ശൌചാലയം നിർമ്മിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. BJP കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് സൌത്ത് ഉദ്ഘാടനം ചെയ്തു. BJP അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ മാവുങ്കാൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി പത്മനാഭൻ P, BJP അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി പ്രസാദ് മിഥില, പഞ്ചായത്ത് വാർഡ് അംഗങ്ങളായ മധു MV, ശ്രീദേവി KR, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് മാവുങ്കാൽ, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് ഗംഗാധരൻ ആനന്ദാശ്രമം എന്നിവർ സംസാരിച്ചു. ജിതേഷ് രാംനഗർ സ്വാഗതവും മണ്ഡലം കമ്മിറ്റി അംഗം അനന്തൻ പള്ളോട്ട് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
COA കാസർഗോഡ് ജില്ലാ സമ്മേളനം പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടന്നു. ഇന്റർനെറ്റ് വാർത്താവിനിമയ രംഗം വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണിതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്. ഫോൺ കണക്ഷനുകൾ 20 ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തിക്കുവാൻ സർക്കാർ അംഗങ്ങൾക്ക് അവസരം നൽകണമെന്ന് COA കാസർഗോഡ് ജില്ലാ സമ്മേളനം. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വ്യാപാരികളുടെ കടയടപ്പ് സമരം കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. വ്യാപാരികൾ നഗരത്തിൽ പ്രകടനം നടത്തി. മഞ്ചേശ്വരം കുബണൂർ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വൻ തീപിടുത്തം. സംഭവത്തിന് പിന്നാലെ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് കളക്ടർ. പെരിയ ഇരട്ടക്കൊലക്കേസ് കൊച്ചി CBI കോടതിയിലെ വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക്. തൃക്കരിപ്പൂർ മണ്ഡലം RJD പ്രവർത്തക കൺവെൻഷൻ നടന്നു. RJDക്ക് സീറ്റ് നൽകാത്തതിന് CPM-ഉം LDF-ഉം മറുപടി പറയേണ്ടി വരുമെന്ന് മനയത്ത് ചന്ദ്രൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.